CPI സംസ്ഥാന സമ്മേളനം കൊല്ലം വേദിയാകുമ്പോൾ വലിയ ആവേശത്തിലാണ് പ്രവർത്തകരും നേതാക്കളും ഒക്കെ. മിനിസ്റ്ററുടെ ആവേശം എത്രത്തോളം ഉണ്ട്? തീർച്ചയായും എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടുള്ള ഒരു ഓർമ്മ, ഞാൻ ആദ്യം പങ്കെടുത്ത സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടന്നതാണ് 30 കൊല്ലം മുമ്പ്. 1995 അന്ന് ഞാൻ SFIയുടെ നേതാവാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിനിധികളിൽ ഒരാളാണ്. പാലക്കാട് നിന്ന് ഉള്ള ഡെലിഗേഷനിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിനിധിയായി ഞാൻ ഈ സമ്മേളനത്തിൽ അന്ന് ഇവിടെ തന്നെ നടന്ന കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് EMSും നായനാരും VSും എല്ലാം ഉള്ള ഒരു സമ്മേളനമാണത്. അപ്പോൾ അതൊരു അവിസ്മരണീയമായിട്ടുള്ള ഒരു ഓർമ്മയാണ്. അപ്പോൾ അതിനുശേഷമുള്ള എല്ലാ സംസ്ഥാന സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഓരോ ദിവസവും വാർത്തകൾ നമുക്ക് എതിരായിട്ടുള്ള ഓരോ വാർത്തകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനെല്ലാം നമ്മൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പൊളിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ തുടർഭരണം മൂന്നാമതും അധികാരത്തിലെത്തും എന്ന് വിശ്വസിക്കുന്നു, അല്ലേ? ഒരു സംശയവും ആ കാര്യത്തിലില്ലല്ലോ. കാരണം പ്രതിപക്ഷത്തിന് ഈ ഗവൺമെൻറ്റിനെതിരെ ഒന്നും ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന വാദങ്ങളെല്ലാം 24 മണിക്കൂർ പോലും ആയുസ്സില്ലാതെ അത് പൊളിയുന്ന തരത്തിൽ വസ്തുതകൾ പുറത്തു വരികയുണ്ടായി. പ്രതിപക്ഷത്ത് തന്നെയുള്ള കാര്യങ്ങളെ കുറച്ചുകൂടി വസ്തുനിഷ്ഠമായി കാണുന്ന ശശി തരൂരിനെയൊക്കെ പോലുള്ള ആളുകൾക്ക് സംസ്ഥാന സർക്കാർ കൈവരിച്ച നേട്ടങ്ങളെ, സർക്കാരിൻ്റെ മികച്ച പ്രവർത്തനത്തെ അഭിനന്ദിക്കേണ്ടിയും വരുന്നു എന്ന് നമ്മൾ കാണും. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണല്ലോ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പുറത്തു വന്നിട്ടുള്ളത്. അതിലും കേരളം ഒന്നാമതാണ്. അപ്പോൾ കേരളം നമ്പർ 1 എന്ന് കേൾക്കുമ്പോൾ പ്രതിപക്ഷത്തിന് കുറച്ച് അസ്വസ്ഥതയുണ്ട്. പക്ഷേ ആ അസ്വസ്ഥത അവർ സഹിക്കുക എന്നല്ലാതെ മാർഗമില്ല എന്നുള്ളതാണ് സ്ഥിതി. കാരണം കേരളം നമ്പർ 1 എന്നത് വെറുതെ പറയുന്നതല്ല. നീതി ആയോഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ കേരളം ഒന്നാമതാണ് എന്ന് പറയുന്നു. വരുന്ന എല്ലാ പഠനങ്ങളും കേരളത്തിൻ്റെ മികവ് രേഖപ്പെടുത്തുന്നു. അപ്പം അതുകൊണ്ട് തന്നെ തുടർഭരണം എന്നത് ഒരു വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. കേരളത്തിൻ്റെ വികസനങ്ങൾ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കുന്നത് പ്രതിപക്ഷത്തെ മാത്രമല്ല, ചില മാധ്യമങ്ങളും അതിനെതിരെ നിരവധി വ്യാജ വാർത്തകൾ, ഒരു ദിവസം പലതരം വ്യാജ വാർത്തകളാണ് മാധ്യമങ്ങൾ പടച്ചുവിടുന്നത്. വികസനത്തിനെതിരെയായിട്ട് കേരളത്തിൽ വികസനം നടക്കുന്നില്ല. അതേപോലെ തന്നെ അനിൽ ആൻ്റണിയുടെയൊക്കെ പത്രക്കുറിപ്പ് കേന്ദ്രത്തിൻ്റെ പത്രക്കുറിപ്പാന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി വ്യാജ വാർത്തകളാണ് ഈ കേരളത്തിലെ മാധ്യമങ്ങൾ പടച്ചുവിടുന്നത്. ഇതിനെതിരെ എന്താണ്? കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മാധ്യമങ്ങളാണല്ലോ. മാധ്യമങ്ങളുടെ പിന്നിൽ നിൽക്കുന്നത് പ്രതിപക്ഷം മാത്രമാണ്, രാഷ്ട്രീയ പ്രതിപക്ഷം. UDF മാധ്യമങ്ങളുടെ പിന്നിലാണ് നിൽക്കുന്നത്. അപ്പോൾ UDFൻ്റെ മുന്നിൽ നിന്ന് സർക്കാരിനെ ആക്രമിക്കുന്നത് മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾക്ക് സർക്കാരിനെ വിമർശിക്കാം, അതിലൊരു തെറ്റുമില്ല. മന്ത്രിമാരെ വിമർശിക്കാം, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കാം, കുറവുകളൊക്കെ ചൂണ്ടിക്കാണിക്കാം. പക്ഷേ വിമർശിക്കാൻ കാര്യമായിട്ടൊന്നുമില്ലാത്തതുകൊണ്ട് അവർ ചെയ്യുന്നത് അവാസ്തവങ്ങൾ പറഞ്ഞുകൊണ്ട് ആക്രമിക്കലാണ്. അപ്പോൾ ആക്രമണം വളരെ ദുരുദ്ദേശത്തോടു കൂടിയിട്ടുള്ളതുമാണ്. ആ ആക്രമണങ്ങളെ അതിജീവിച്ചാണ് രണ്ടാം LDF ഗവൺമെൻറ് വന്നത്. 2020 മുതൽ 2021 വരെ നടന്ന മാധ്യമാക്രമണം സമാനതകളില്ലാത്തതല്ലേ? അതിപ്പോഴും തുടരുന്നു എന്നേ ഉള്ളൂ. അത് അതിൻ്റെ വഴിക്ക് നടക്കും. സർക്കാരിൻ്റെ ശരിയായ വഴിക്ക് ജനങ്ങൾക്ക് കൊടുത്ത പ്രകടന പത്രികയിലൂടെ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ഇപ്പം കേരളത്തിൻ്റെ വികസന രേഖ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഒരു മൂന്നാം ഇടതുപക്ഷ സർക്കാരിനെ പറ്റിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടെങ്കിൽ? 1ഉം 2ഉം LDF സർക്കാരുകൾ നടപ്പാക്കിയിട്ടുള്ള നയങ്ങളുടെ തുടർച്ച കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെയും കേരള സമൂഹത്തെയും നവീകരിക്കുന്നതിന് ഉള്ള ഒരു കർമ്മ പരിപാടിയായിരിക്കും സംസ്ഥാന സമ്മേളനം മുന്നോട്ട് വയ്ക്കുക. അത് 1956 അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പ്രമേയം അംഗീകരിച്ചിരുന്നു. ആ പ്രമേയത്തിൻ്റെ അത് നൽകിയ ദിശാബോധത്തിലാണ് 57 ഗവൺമെൻറ് പ്രവർത്തിച്ചത്. അപ്പോൾ പാർട്ടി എക്കാലത്തും ഗവൺമെൻറ്റുകൾക്ക് മാർഗനിർദ്ദേശം നൽകാറുണ്ട്, ദിശാബോധം നൽകാറുണ്ട്. അപ്പോൾ ഈ സമ്മേളനവും ഇനി 1ഉം 2ഉം പിണറായി സർക്കാരുകൾ ഇട്ട അടിത്തറയിൽ, അത് തെളിച്ച വഴിയിൽ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന മാർഗനിർദ്ദേശം കൃത്യമായിട്ടും നൽകും. വിജ്ഞാന സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനും കേരളത്തിൽ ഒരു വിജ്ഞാന സമൂഹമാക്കി മാറ്റുന്നതിനുമെല്ലാമുള്ള ഒരു ദിശാബോധം ഈ സമ്മേളനം നൽകും.